ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 19 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. കാരണം ഫെഡ് റേറ്റ് കട്ട് വന്ന ഒരു ദിവസമാണ്. സോ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ എന്നുള്ളത്? ഫെഡ് 0.5% അല്ലെങ്കിൽ 50 BPS ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ പുറത്തുള്ളെല്ലാം ലേക്ക് പോകും. ഫെഡ് റേറ്റ് കട്ട് വന്നതോടുകൂടി ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് റിസ്കിയർ മാർക്കറ്റുകളിൽ, അതായത് ഒരു വളർന്നു വരുന്ന മാർക്കറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏഷ്യൻ കൺട്രീസിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. സോ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ തേടി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഇന്ത്യൻ ഇക്വിറ്റീസിന് എന്തായാലും ഒരു 5-6 മാസക്കാലത്തേക്കെങ്കിലും നല്ലൊരു ബൂസ്റ്റ് കൊടുക്കാൻ ഈ ഒരു തീരുമാനം സഹായിക്കും എന്നുള്ളതാണ്. കാരണം ഇന്ത്യക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. സോ അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ മാർക്കറ്റാണ്. സോ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൂസ്റ്റ് ഉണ്ടാകും എന്നതിൽ ഒരു സംശയവും ഇല്ല. ദെൻ എന്താ പറയുക, നിഫ്റ്റി അതിൻ്റെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് കുറേ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 1 hour ചാർട്ടാണ്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. 25,506 അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു ലെവൽ. 25,506 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു 1000 പോയിന്റോളം മുകളിലോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് മുൻപ് മറ്റൊരു വെല്ലുവിളി വരാൻ സാധ്യതയുള്ളത്, ഇത് ചിലപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ ഇവിടെ വന്ന് ലോവർ ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ചു വന്നിട്ടാണോ ഇനി ബ്രേക്ക് ഔട്ട് ഉണ്ടാകുക എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് നിങ്ങൾ മനസ്സിലൊന്ന് വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെ അത് ട്രെൻഡ് ലൈൻ കറക്റ്റ് ഫോളോ ചെയ്തു. ഇന്നലെ ഒരു ബ്രേക്ക് ഔട്ടിന് ശ്രമിച്ചെങ്കിലും പിന്നീട് 25,500 എന്നുള്ള ഒരു ലെവലിൽ വെച്ചിട്ട് മാർക്കറ്റിൽ ഒരു റിജക്ഷൻ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇത് ഒന്നുകിൽ ഈ ബോട്ടം ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറി വന്നേക്കാം ഇപ്പോഴുള്ള. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് നന്നായിട്ട് കയറി പോകാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ഇന്ന് നിഫ്റ്റിയിൽ ഒരു എന്താ പറയുക, നാരോ CPRനുള്ള സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ള. ഒരു 1000 പോയിൻ്റെങ്കിലും നിഫ്റ്റി പെട്ടെന്ന് തന്നെ കയറിപ്പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണ്. IREDA, NTPC, GE, TND India, ലോധ, ION എക്സ്ചേഞ്ച്, പവർ ഗ്രിഡ്, നസാറ. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഫെഡ് റേറ്റ് കട്ട് വന്നതോടുകൂടി ബിറ്റ്കോയിനിൽ ഒരു ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സ് ഇവിടുന്ന്, അതായത് US മാർക്കറ്റിൽ നിന്നും പണം പിൻവലിച്ച് മറ്റ് മാർക്കറ്റുകളിലേക്കുള്ള സാധ്യതകളാണ് തേടുക. അതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്കാണ് അവർ നോക്കുക. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് നന്നായിട്ട് കയറുന്നുണ്ട്. $2,600 കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും അത് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കും. പക്ഷേ US സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻ ആയിരിക്കും അത് ഉണ്ടാക്കുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഇവിടെ 0.25% ഡൗൺ ആണ്. എല്ലാം US മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡാണ്, യൂറോപ്യൻ മാർക്കറ്റും റെഡാണ്. ഇനി മറ്റ് നിക്കി ജപ്പാൻ്റെ 2.43% കയറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കൊരു അവിടത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളത് പ്രതീക്ഷയുണ്ടാവും. ഹാങ്സങ് ചൈനീസ് മാർക്കറ്റ് റെഡാണ്. STI ഒരു ബ്രേക്ക് ഇവനായി നിൽക്കുകയാണ്. കോസ്പി അതേപോലെ തന്നെ 22 പോയിന്റ് റെഡിലാണ്. പക്ഷേ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി റെഡാണ്. സോ അത് നമുക്ക് ഗ്രീനായി വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,402 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,395. 7 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് 25,408 നിൽക്കുകയാണ്. അതായത് ഇന്ന് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്നും 13 പോയിന്റ് മുകളിൽ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 6 പോയിന്റ് മുകളിലാണ് കറൻ്റ്ലി മാർക്കറ്റ് ഉള്ളത്. ദെൻ
ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ US ഫെഡ് പ്രസ് കോൺഫറൻസ്, KSA സൗദി അറേബ്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ബ്രസീൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, UK MPC മീറ്റിംഗ് മിനിറ്റ്സ്, UK BOE ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഇന്ത്യ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ, USA കറന്റ് അക്കൗണ്ട്, USA ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, USA എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ്. ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിലേക്ക് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര അപ്പെക്സ് കോർപ്പറേഷൻ എന്ന ഒരൊറ്റ കമ്പനി മാത്രമാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. F&O ബാനിൽ ആരതി ഇൻഡസ്ട്രീസ്, ബാൽറാം ചിനി മിൽസ്, ബയോകോൺ, ബിസോഫ്റ്റ്, GNFC ഗ്രാനൂൾസ്, LIC ഹൗസിംഗ് ഫിനാൻസ്, OFSS, പഞ്ചാബ് നാഷണൽ ബാങ്ക്, RBL ബാങ്ക്. ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇന്നലത്തത് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 1153 കോടിയുടെ ബൈയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 152 കോടിയുടെ ബൈയിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 1306 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 29,298 കോടിയുടെ നെറ്റ് ബൈയിങ് തന്നെയാണ് ഇരുകൂട്ടരും കൂടി ചെയ്തു വച്ചിരിക്കുന്നത്. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 25,402 ഓപ്പണായി 24 പോയിന്റ് നഷ്ടത്തിൽ 25,378 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 554 പോയിന്റിന് ഒരു മുന്നേറ്റമാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയത്ത് ഈ മാസത്തേത് നോക്കുകയാണെങ്കിൽ ഡോജി ഫോർമേഷൻ ആണ് കാണുന്നത്. 44 പോയിന്റിന്റെ മാത്രം ഒരു മുന്നേറ്റമാണ് ഇന്ന് ഈ മാസത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നാരോ CPR ആണ്. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 13.37 ഇന്നലെ 12 ആയിരുന്നു. അപ്പം എന്തായാലും കുറച്ചുകൂടെ വിക്സ് കയറിയിട്ടുണ്ട്, മൊമെൻറ്റം കൂടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് 0.9 ആണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് 25,500 25,500 1 കോടി കോൾ റേറ്റിംഗ്സ് വന്നിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 25,000 1,83,00,000 പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഓപ്ഷൻ സെല്ലേഴ്സ് പ്രതീക്ഷിക്കുന്നത്. കറൻ്റ്ലി മാർക്കറ്റ് ഉള്ളത് 25,378 കേട്ടോ. ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നലെ 573 പോയിന്റിന്റെ മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റിയിൽ 320 പോയിന്റിന്റെ മുന്നേറ്റം ഉണ്ടായി. അതേപോലെ സെൻസെക്സിൽ 88 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായത്. മിഡ് ക്യാപ്പിൽ 149 പോയിന്റിന്റെ നഷ്ടമാണ്. ഫെഡ് റേറ്റ് കട്ട് വരുമ്പോൾ ഏത് സെഗ്മെന്റിലാണ് മുന്നേറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടേ പോകുള്ളൂ. പക്ഷേ ഫിനാൻഷ്യൽ സെക്ടറിൽ നല്ലൊരു ബൂസ്റ്റ് ഉണ്ടാവാൻ ഈ റേറ്റ് കട്ട് സാധ്യത. കാരണം അവർ ഈസി ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നത് ബാങ്കിങ് സെക്ടറിലേക്കാണ് അവർ നോക്കുക, അല്ലെങ്കിൽ ഫിനാൻസ് സെക്ടറിലേക്കാണ് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി പോലെയുള്ള സാധനങ്ങൾ കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ്, ഇന്നലെ നമ്മൾ റാസ് ലെവൽസ് ഒക്കെ വെച്ച് ഇവിടെ ഒരുപാട് നേരം പ്രസംഗിച്ചല്ലോ, അതെന്ത് സംഭവിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നോ ട്രേഡ് സോൺ കട്ട് ചെയ്തു, ഫസ്റ്റ് ടാർഗറ്റും കട്ട് ചെയ്തു. 15 മിനിറ്റിൽ ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായത്, അതും കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലെത്തി. പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എൻട്രി കിട്ടിയാൽ അതെടുത്ത് അവിടെ കുത്തിയിരിക്കുക, പിന്നെ അനങ്ങരുതെന്ന്. അതേ രീതിയിൽ പോയവർക്ക് ഇന്നലെ 300 to 350% പ്രോഫിറ്റാണ് ഇന്നലെ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. സ്ട്രൈറ്റ് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു രാവിലെ തന്നെ ഒരു 10-20 ലോട്ട് കോൾ സൈഡിലേക്കുള്ള ഓപ്ഷൻസ് വാങ്ങിക്കുക, എന്നിട്ട് അവിടെ മിണ്ടാതിരിക്കുക. വൈകുന്നേരം 3:30 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് 3:30 മുമ്പായിട്ട് ക്ലോസ് ചെയ്തിട്ട് പോവുക. പീക്കിൽ പോയിട്ട് ചെറിയ രീതിയിൽ താഴോട്ട് വന്നിരുന്നെങ്കിലും വലിയൊരു സംഭവമൊന്നുമില്ല. കാരണം 53,000 എന്നുള്ളത് ഹയസ്റ്റ് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അവിടെ വെച്ച് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അധികമൊന്നും താഴോട്ട് വന്നില്ല, അവിടെ നിന്നിട്ടുണ്ട് മാർക്കറ്റ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നാരോ CPR ആണ് നിഫ്റ്റിയിലുള്ളത്. അപ്പം വലിയ മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 25,550 ആണ്. ഡേ ലോ ആണെങ്കിൽ 25,205 ആണ്. ഒരു 300 പോയിന്റിൻ്റെ ഒരു റേഞ്ചാണ്, 350 പോയിന്റിൻ്റെ ഒരു റേഞ്ചാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. ഇനി ഇന്നലത്തെ ഡേ ഹൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേ ഹൈ വളരെ മുകളിലായിരിക്കും എന്ന് റാസ് ലെവൽസ് പറയുന്നു. അതേപോലെ ഇന്നലത്തെ ഡേ ലോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേ ലോ വളരെ താഴെയായിരിക്കും എന്നും പറയുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് റാസ് ലെവൽസിനെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്ത് പോകാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്നത്തത് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ന്യൂസാണ്. ന്യൂസിൻ്റെ ബേസിൽ പോകുമ്പോൾ അവിടെ ടെക്നിക്കൽസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടില്ല.
ഇതേ സമയത്ത് ഇനി നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നോ ട്രേഡ് സോൺ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത് നോ ട്രേഡ് സോൺ റാസ് ലെവൽസിൻ്റെ നോ ട്രേഡ് സോൺ മാത്രമാണ്. അതിനകത്താണ് ഇവിടെ CPR ഉള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും ഹെവി രീതിയിൽ ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു മാർക്കറ്റാണ് സാധാരണ കണ്ടുവരാറുള്ളത്. സോ അത് മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക, നല്ല അത്യാവശ്യം ഒരു 20-30% പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്തിട്ട് പുതിയ എൻട്രി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നോ ട്രേഡ് സോണായിട്ട് വന്നിരിക്കുന്ന 25,400 മുതൽ 25,374 വരെയുള്ള ഈ ഒരു സോണാണ്. ഇനി ഹയസ്റ്റ് റെസിസ്റ്റൻസ് യെസ്റ്റർഡേ ഹൈയിലാണ്, പ്രീവിയസ് ഡേ ഹൈയിലാണ് ഹയസ്റ്റ് റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത്. അത് 25,494 482 എന്ന ഒരു 12 പോയിന്റിൻ്റെ ഒരു സോണാണ് ഇവിടെ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇനി ഒരു മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലാണെങ്കിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളത് 25,285 280 എന്ന ഒരു 5 പോയിന്റിൻ്റെ ഒരു നാരോ ആയിട്ടുള്ള ഒരു സോൺ ഇവിടെയുണ്ട്. നല്ല സ്ട്രോങ് സപ്പോർട്ട് കിട്ടാൻ എല്ലാവിധ സാധ്യതയുണ്ട്. ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് താഴോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ താഴെ പോവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഫർദർ മാർക്കറ്റ് ഇൻ കേസ് താഴോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ അടുത്ത ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,205 186 എന്ന ഒരു 19 പോയിന്റിൻ്റെ ഒരു സപ്പോർട്ട് സോൺ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ മാർക്കറ്റ് തട്ടി അവിടെ നിൽക്കും. ഇനി ഒരു റയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് പൊട്ടി ഇറങ്ങിയാൽ പോലും 25,093 അതിൻ്റെ താഴേക്ക് പോവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഹയർ സൈഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഇവിടെ 25,681 വരെ മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 25,550 ആണെങ്കിലും ഒരു പീക്ക് സൈഡിൽ 25,681 വരെയും കയറിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ കൂടുതലും ബാങ്ക് നിഫ്റ്റി ആ ഭാഗത്ത് ഫിൻനിഫ്റ്റി ലെവലിലായിരിക്കും കൂടുതൽ മൊമെൻറ്റം കിട്ടുക. കാരണം ഫിനാൻസ് സെക്ടറിലേക്കാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു സാധ്യതകൾ കൂടി കാണുക, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി ഇതിലൊരു വിരോധാഭാസം ഉണ്ടാകാൻ പോകുന്നത് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയും വന്ന് രാവിലെ തന്നെ അങ്ങ് ഹ്യൂജ് ബൈങ് നടത്തിയ മാർക്കറ്റിൽ ഹെവി ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് വരും. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ മൊമെൻറ്റം ഉണ്ടാവില്ല, അവിടെ ഫ്രീസ് ആവും മാർക്കറ്റ്. നാരോ CPR ഉണ്ട്, ന്യൂസ് ഉണ്ട്, എല്ലാം വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നാൽ മൊമെൻറ്റം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. എന്തായാലും കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക, മാർക്കറ്റിൻ്റെ കൂടെ പോവുക. അതേപോലെ ഡ്രൈവ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ട്രേഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.